തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ ആരതി എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മെ ഏവരെയും നടുക്കിയിട്ടുണ്ട്. ആരതിയുടെ മരണത്തെ തുടർന്ന് ആരതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി, ഗാർഹിക പീഡന കുറ്റം ചുമത്തി. സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആയതുകൊണ്ടും കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസ് ആയതുകൊണ്ടും അയാൾക്ക് തക്ക ശിക്ഷ ലഭിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രതീക്ഷിക്കുകയും ചെയ്യാം. അത് നടപ്പിലാവുക തന്നെ ചെയ്യും. എന്നാൽ ഈ സംഭവത്തിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട്. ഇതിന് സമാനമായ മറ്റ് സംഭവങ്ങൾ നമുക്ക് പല കുറി കേരളം കണ്ണീർ കാഴ്ചയായി തന്നിട്ടുണ്ട്. വിസ്മയയുടെ മരണം, അതുപോലെ ഉത്തരയുടെ സംഭവം, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കേസുകൾ നടന്നത്, ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് തനിയാവർത്തനമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നു. സ്ത്രീധനം വാരിക്കോരി കൊടുക്കുക, മരുമകനെ പ്രീതിപ്പെടുത്തുക, മകൾ പറയുന്നതിനെ നീ ആശ്വസിക്കുക, നീ സമാശ്വസിക്കുക, കുടുംബം നേരെ നോക്കുക എന്ന് ആശ്വസിപ്പിച്ച് ഈ ഭർത്താവ് എന്ന് പറയുന്ന പോങ്ങന്റെ വീട്ടിൽ തന്നെ തളച്ചിടുക. ഇതൊക്കെ ചെയ്യുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ്. ആ പെൺകുട്ടി, ഈ അടുത്ത് മരിച്ച ഈ ആരതി എന്ന് പറഞ്ഞ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിരുന്നു ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഭർത്താവ് സ്ത്രീധനം കൂടുതൽ വേണമെന്ന് പറഞ്ഞ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫ്സ് അയച്ചു കൊടുത്തു, ശബ്ദ സന്ദേശങ്ങൾ അയച്ചു. ഈ വീട്ടുകാർക്ക് ഇടപെടാമായിരുന്നു. എന്തിന്? അയാൾ കല്യാണം ആലോചിച്ചു വന്നപ്പോൾ പറഞ്ഞ ജോലി പോലും ആയിരുന്നില്ല അയാൾക്കുണ്ടായിരുന്നത്. അവിടെയും കബളിപ്പിച്ചാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് വീട്ടുകാർ ഈ പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല എന്നതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്ന വലിയ ചോദ്യം. എപ്പോഴും വീട്ടുകാർ പെൺകുട്ടിയുടെ സുരക്ഷ ആണല്ലോ മുൻനിർത്തുക. സുരക്ഷിതമായ കുടുംബജീവിതം, അല്ലെങ്കിൽ പെൺകുട്ടിയെ വീട്ടിൽ തിരികെ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന അപമാനം, ഈ രണ്ട് സംഭവങ്ങൾ എടുത്തു മാറ്റുക. സുരക്ഷിതമായ കുടുംബജീവിതത്തിന് ഭർത്താവാണെങ്കിൽ ഭർത്താവ് വീട് നോക്കുകയാണെങ്കിൽ ഭാര്യയെയും കൂടി നോക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്. വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് സാലറി നിശ്ചയിക്കുക എന്ന തരത്തിലോട്ട് നമ്മുടെ സ്ത്രീ വീക്ഷണം മാറിയിട്ടുണ്ട്.